ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഒരു തടി വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് തെള്ളിക്കാവ് വൃശ്ചിക വാണിയം എല്ലാവരും കേട്ടിരിക്കുന്ന കാണും. എല്ലാ വർഷവും വൃശ്ചികം 1-ാം തീയതി മുതൽ നടക്കുന്ന സംഭവമാണ്. തെള്ളിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രമാണ്. അവർ വൃശ്ചിക വാണിയം എന്ന് പറഞ്ഞാൽ മറ്റേ വാണിയല്ല, അതായത് വൃശ്ചിക സമയത്ത് ഈ ഒക്കെ നടക്കുന്ന ഒരു പരിപാടി, ഫെസ്റ്റിവൽ പോലെ തന്നെ. ഓൾറെഡി ഞാൻ എൻ്റെ വോയിസ് കട്ടാക്കിയിട്ടുണ്ട്, കാരണം അവിടെ പാട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കോപ്പറേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പച്ചടിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വില റെൻ്റ് കൊടുത്താണ് ഇരിക്കുന്നത്. അപ്പം 10 രൂപ അല്ലെങ്കിൽ 50 രൂപ ചിലപ്പം കൂടിയിരിക്കും. എനിക്ക് പൊതുവെ പറ്റുന്ന ഒരു കാര്യമാണ് ആദ്യമേ ചാടിക്കറി സാധനങ്ങൾ മേടിക്കുക. ഞാൻ ഒരിക്കലും ബാർഗൈൻ ചെയ്യാറില്ല, കാരണം അവർ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നില്ല. അപ്പം ഒരിടത്ത് ചോദിച്ചിട്ട് വില ചോദിച്ചിട്ട് അടുത്തടുത്ത് പോയി തിരക്കുക. കുറവാണെങ്കിൽ അവിടെ മേടിക്കും, ഇല്ലെങ്കിൽ ഇവിടെ മേടിക്കും. സോ ഇത് പോയത് തന്നെ നൈറ്റ് സമയമാണ്. അപ്പം അത്യാവശ്യം പെട്ടത് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഇരുമ്പ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കാര്യങ്ങളാണ്. പിച്ചാത്തി, വാക്കത്തി അങ്ങനെയുള്ള ഐറ്റംസ് തൂമ്പ. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം എൻ്റെ അച്ഛൻ ഇതിൻ്റെ പണിയാണ്. ഇവിടെ പ്രധാനമായും വിൽക്കുന്ന തെള്ളിക്കാവ് വൃശ്ചിക വാണിയം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം കൂടിയിട്ട് ഇവിടെ മെയിൻ സ്രാവ്, ഉണക്കസ്രാവ്, അതുപോലെ ഈ തഴപ്പ എന്ന് കേട്ടില്ലേ, അതായത് നെയ്തെടുക്കുന്ന ഇത് രണ്ടാണ് മെയിൻ പണ്ട് വാങ്ങുന്നത്. പണ്ടുള്ളവർ അവരുടെ ഒരു മെയിൻ സാധനങ്ങളാണ്. അതുകൊണ്ട് അവർ കൂടുതലും മേടിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല നല്ല സാധനങ്ങൾ, അതായത് നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടതും നമ്മുടെ വീട്ടിലാവശ്യം വരുന്ന സാധനം എല്ലാം നല്ല വിലക്കുറവിൽ ലഭിക്കും. ഇത് എൻ്റെ അച്ഛനാണ്. ഓൾറെഡി പുള്ളിക്ക് സ്റ്റോക്ക് വന്ന് ഇരിക്കുകയാണ്. അതാണ് പുള്ളി ഒരു വില തിരിക്കുന്നത്. ഞാൻ എല്ലാ വർഷവും വാങ്ങാനുള്ള സാധനമാണ് ഗ്ലാസ് ഐറ്റംസ്, അതായത് കപ്പ, സോസർ അങ്ങനെ ഐറ്റംസ്. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. വീടുള്ള പാത്രങ്ങളാലും നല്ല കളക്ഷൻ ഇവിടെ കിട്ടുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഞങ്ങൾ ചെറിയ സ്റ്റൂൾ മേടിച്ചു, അതായത് കുറണ്ടിപ്പല പോലിരിക്കുന്നത്. ആദ്യം ചോദിക്കുമ്പോൾ 150 രൂപ പറഞ്ഞു. അടുത്ത കട ചോദിക്കുമ്പോൾ 100 രൂപയ്ക്ക് കിട്ടി. അതിന് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തിയറി, അതായത് ആദ്യം ഒരു കട ചോദിക്കുക, പിന്നെ അടുത്ത വേറെ കട ചോദിച്ച് നോക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വില കുറയ്ക്ക് കിട്ടും. പണ്ടൊക്കെ ഇവിടെ മരണക്കാറും സൂ പോലെ വന്യമൃഗങ്ങളെ കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അലൗഡ് അല്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കുറേ വർഷമായിട്ടില്ല. ഇത് വരുന്ന പത്തനംതിട്ട ജില്ല, അതായത് തടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തടിയൂർ ഒരു കിലോമീറ്റർ മാറി. എല്ലാ വർഷവും ഇവിടെ ഉള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ കച്ചവടത്തിനും ഇത് കാണാനും വരുന്നുണ്ട്. പണ്ട് മുതൽ ഉത്സവ സ്ഥലങ്ങളിൽ പോയതിൻ്റെ മെയിൻ ഒരു ഐറ്റമാണ് ചെറി ഫ്രൂട്ട്. അത് എനിക്ക് വേറെ സാധനം വേണ്ട. ചെറിപ്പഴം കഴിക്കുന്ന ആളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ. ഞാൻ ഇതാണ് പറഞ്ഞത് മുമ്പ്, തഴപ്പ, ഉണക്കസ്രാവ അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ മെയിൻ. ഇപ്പം കച്ചവടം പൊതുവെ കുറവാണ്. പണ്ട് ഒരു സൈഡ് ഫുള്ള് തഴപ്പായും ഉണക്കസ്രാവ് അങ്ങനെയുള്ള ഐറ്റംസാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉണക്കസ്രാവ് വിൽക്കുന്നൊരു കട കൂടിയാണ് തെള്ളിക്കാവ് വൃശ്ചിക വാണിഭം. ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നീണ്ടു നിവർന്ന് നടക്കുന്നൊരു സ്രാവിൻ്റെ വമ്പശേഖരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തോളൂ. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ. ഒരുപാട് സമയം കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു പ്രചോദനം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Okay, bye-bye.